ഹലോ ഫ്രണ്ട്സ്, വണ്ടി ക്രൈസ് നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് എന്ത് നിങ്ങൾക്ക് സ്പെഷ്യലായിട്ടൊരു വീഡിയോ ചെയ്യാൻ പറ്റും എന്നിങ്ങനെ പ്ലാൻ ചെയ്തപ്പോഴാണ് കണ്ടന്റ് ചെയ്ത് പുറത്തോട്ട് പോകേണ്ട കണ്ടന്റ് നമ്മുടെ വീട്ടിൽ തന്നെ കിടക്കുന്നതായിരുന്നു നമ്മൾ ആലോചിച്ച്. കാരണം നല്ല ക്വാളിറ്റിയുള്ള യൂസ്ഡ് കാർസ് തപ്പി നടക്കുന്നവർക്ക് വേണ്ടി നല്ല ലിമിറ്റഡ് നമ്പേഴ്സ് ഓഫ് വെഹിക്കിളെ നമ്മുടെ കയ്യിൽ നിലവിൽ സ്റ്റോക്കുള്ളൂ. പക്ഷേ ഉള്ള വാഹനങ്ങളെല്ലാം സിംഗിൾ ഓണർഷിപ്പാണ്, ലോ കിലോമീറ്റർ ആണ്, ഹൈ ക്വാളിറ്റിയാണ്, യാതൊരു റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓണർഷിപ്പ് എല്ലാം ഞാൻ പറഞ്ഞ പോലെ തന്നെ സിംഗിളാണ്, ഫ്ലഡോ കാര്യങ്ങളോ ഒന്നും അഫക്റ്റ് ആകാത്ത വാഹനങ്ങളാണ്. അപ്പോൾ ലിമിറ്റഡ് നമ്പേഴ്സിൽ ക്വാളിറ്റിയുള്ള വാഹനങ്ങൾ ഒരു ബെസ്റ്റ് പ്രൈസിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. ഇതിൽ ഫിനാൻസ് സൗകര്യം എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ മുഴുവനായിട്ടും കണ്ടു നോക്കാം. ഇതിൽ ഓട്ടോമാറ്റിക് അന്വേഷിക്കുന്നവർക്ക് ഓട്ടോമാറ്റിക് ഉണ്ട്, ഡീസൽ വേണ്ടവർക്ക് ഡീസൽ, ഇനിയിപ്പോൾ പെട്രോൾ മാനുവൽ വേണ്ടവർക്ക് പെട്രോൾ മാനുവൽ, അങ്ങനെ അത്യാവശ്യം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നിങ്ങളെല്ലാം ആഗ്രഹിക്കുന്ന മോഡൽസൊക്കെയാണ് ഈ കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഓരോരോ വാഹനത്തിൻ്റെ ഡീറ്റെയിൽ ഞാൻ വിശദമായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഈ ഇന്നോവയെക്കുറിച്ച് കുറച്ച് അധികം പറയാനായിട്ടുണ്ട്. കാരണം നമ്മൾ പേഴ്സണലി ഉപയോഗിച്ചാൽ കൊള്ളാം എന്ന് ആഗ്രഹിച്ചെടുത്തൊരു വണ്ടിയാണ്. കാരണം അവസാന സമയത്ത് ഇറങ്ങി ഇന്നോവയാണ്. കാരണം ഇതിന് ശേഷം ക്രിസ്റ്റയാണ് ഇറങ്ങിക്കൊണ്ടിരുന്നത് 2015 ലാസ്റ്റ്, അതും സിംഗിൾ ഓണർഷിപ്പ്, ടാക്സി ആയിട്ട് കൂടി വെറും 1,60,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഇന്നോവയെ സംബന്ധിച്ച് ലക്ഷക്കണക്കിന് കിലോമീറ്റർ പറയുന്നതാണ് നമുക്കൊരു 5 ലക്ഷം ഓടി 6 ലക്ഷം ഓടി എന്നൊക്കെ പറയുന്നതാണ് ഒരു ഫീൽ. അപ്പോൾ അത് വെച്ച് നോക്കാൻ നേരത്ത് 1,60,000 എന്ന് പറയാൻ തന്നെ നമുക്കൊരു നാണക്കേടാണ്. അപ്പോൾ അത്രയും ലോ കിലോമീറ്റർ ഓടിയ ഇന്നോവ, അതും സിംഗിൾ ഓണർഷിപ്പ്, അവസാന സമയത്ത് ഇറങ്ങിയ G4 വേരിയൻ്റ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതെടുത്തിട്ട് നിങ്ങൾ ₹1 മുടക്കണ്ട. കാരണം 1,60,000 കിലോമീറ്റർ ഓടിൻ്റെ സർവീസ് കമ്പനി നിപ്പോൺ ടൊയോട്ടയെ കൊടുത്ത് ചെയ്യിച്ച്, അതിനുശേഷം വണ്ടി അധികം ഓടിയിട്ടില്ല. കമ്പനി സർവീസ്, അതിന് നമ്മൾ ടൈമിംഗ് ബെൽറ്റ് ഉൾപ്പെടെയുള്ള മേജർ സർവീസ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിൽ 2 യോക്കോഹോമയുടെ പുത്തൻ ടയർ നമ്മൾ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. സീറ്റ് ഓവർ ടോട്ടലി നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ചെറിയ പോളിഷിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ടെസ്റ്റ് വർക്കും കൂടി കഴിഞ്ഞ് ഇനി 1 വർഷത്തേക്ക് നിങ്ങൾക്ക് സർവീസിനെ കുറിച്ച് ചിന്തിക്കേണ്ട, പേപ്പറിനെ കുറിച്ച് ചിന്തിക്കേണ്ട, ഇൻറ്റീരിയറും ഒരു പണി ചെയ്യാനില്ല. എടുക്കുക, ഡീസൽ അടിക്കുക, ഓടിക്കുക. അപ്പോൾ ടാക്സിയൊക്കെ എടുത്ത് ഓടിച്ച് മുതലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരാം. നമ്മുടെ കയ്യിൽ വണ്ടി ഇപ്പോൾ നിലവിൽ സ്റ്റോക്കുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പ്രൈസ് ആസ്ക് ചെയ്യുന്നത് ഏകദേശം 10,65,000 രൂപയാണ്. 7 ലക്ഷം രൂപ വരെ ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. അപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇന്നോവ തപ്പി അലയുന്നവർക്ക് ഇതിലും ബെറ്റർ ഓപ്ഷൻ വേറെ ഇല്ല. കാരണം നിങ്ങൾ എടുത്തിട്ട് ഇതിൻ്റെ സർവീസിനോ പേപ്പറിനോ ഒന്നുമായിട്ട് എങ്ങും ഓടി നടക്കേണ്ട കാര്യമില്ല. എടുക്കുക, ഓടുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വാഹനത്തിലോട്ട് പോകും. അടുത്തതായിട്ട് ഡിസയർ ആണ്. ഡിസയർ ടൈപ്പ് 3, അതും സിംഗിൾ ഓണർഷിപ്പ്, വെൽ മെയിൻറ്റൈൻഡ്, ഫുൾ കമ്പനി സർവീസ്, അതും ഡീസൽ എഞ്ചിൻ വരുന്ന മോഡൽ. നല്ല മൈലേജ്, കാണാനുള്ള ലുക്കാണെങ്കിലും യാത്രാ സുഖമാണെങ്കിലും അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും, മോഡൽ കൂടി ഒരു ഡീസൽ വാഹനം നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഇത് നിങ്ങൾക്കൊരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. അത്യാവശ്യം നല്ല ഓട്ടോ ഉള്ളവരെ സംബന്ധിച്ച് ബെനിഫിറ്റിലോട്ട് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ടയർ അപ്സൈസ് ചെയ്തിട്ടുണ്ട്. 4 പുത്തൻ ടയറാണ്. 205 ടയർ അപ്സൈസ് ചെയ്തിരിക്കുന്നത്. അലോയ്സും ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. VDA ഓപ്ഷനാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും കവറപ്പ് ആവുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ സിംഗിൾ ഓണർഷിപ്പാണ്. ഇതിന് നമ്മൾ പ്രൈസ് ആസ്ക് ചെയ്യുന്നത് 5,15,000 രൂപയാണ്. അപ്പോൾ നല്ലൊരു ഡീസൽ കാർ നോക്കുന്നവർക്ക് എടുത്തിട്ട് പ്രത്യേകിച്ച് ഒരു പണിയും ചെയ്യാനില്ല. എടുക്കുക, ഡീസൽ അടിക്കുക, ഓടിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വാഹനത്തിലോട്ട് പോകും. അടുത്ത എനിക്ക് നടപടിയില്ലാത്ത ഒരു കേസിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നടപടിയാക്കി എടുക്കുക എന്നുള്ളത്. കാരണം പാർക്ക് ആൻഡ് സെയിൽ വണ്ടിയാണ്. ഏകദേശം 10-11 മാസം മാത്രം പഴക്കമുള്ള ഒരു SUV 300 ആണ്. ഡീസൽ എഞ്ചിൻ വരുന്ന മോഡലാണ്. 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ്. W8 ഫുൾ ഓപ്ഷൻ വേരിയൻ്റ് ആണ്. ഏകദേശം 15 ലക്ഷം രൂപ അടുപ്പിച്ച് ഓൺ റോഡ് പ്രൈസ് ഉണ്ടായിരുന്നൊരു മോഡലാണ്. അപ്പോൾ വലിയ തിരക്കില്ലാത്തൊരു ഡിപ്രിസിയേഷൻ, നിങ്ങളിത് പുതിയ എടുക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് അത്യാവശ്യം ചെറിയൊരു ഡിപ്രിസിയേഷന് പുതിയൊരു വാഹനത്തിൻ്റെ ഫീൽ കിട്ടണമെങ്കിൽ ധൈര്യമായിട്ട് എടുക്കുക. 27,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫുൾ ഓപ്ഷനാണ്. പുതിയ വണ്ടിയാണ്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ജസ്റ്റ് എടുക്കുക, വാഷ് ചെയ്യുക, ഓടിക്കുന്ന നടക്കുക. അപ്പോൾ അത്രയുള്ള അണ്ടർ വാറണ്ടിയാണ് വണ്ടി. അപ്പം ഇതിൻ്റെ പ്രൈസ് നമ്മൾ പറയുന്നില്ല. കാരണം പാർക്ക് ആൻഡ് സെയിൽ വണ്ടിയാണ്. കസ്റ്റമറുമായിട്ട് നിങ്ങൾ ഡയറക്റ്റ് സംസാരിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ മനസ്സിൽ കണ്ടൊരു വില ഇതിന് പറയുക എന്ന് മാത്രമേ എനിക്ക് പറയാനൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വാഹനത്തിലോട്ട് പോകും. ഒരു SUV ടൈപ്പ് വണ്ടി കണ്ട്, ഒരു MPV കണ്ട്, ഒരു ടാക്സി കണ്ട്, ഒരു സെഡാൻ ഡീസൽ മോഡൽ കണ്ട്, അടുത്ത് നമുക്കൊരു വാൻ കാണാം. ഈക്കോ ധാരാളം പേര് അന്വേഷിക്കുന്നൊരു മോഡലാണ്. കാരണം അത്യാവശ്യം ഫാമിലി പർപ്പസ് നടക്കും, ചെറിയ കൊമേഴ്ഷ്യൽ പർപ്പസ് നടക്കും. 5 സീറ്റ് AC വരുന്ന മോഡലാണ്. 2017 ആണ്. സിംഗിൾ ഓണർഷിപ്പാണ്. 67,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് നമ്മൾ പ്രൈസ് ആസ്ക് ചെയ്യുന്നത് 3,35,000 രൂപയാണ്. സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. എടുത്തിട്ട് നിങ്ങൾക്ക് കാര്യമായിട്ട് ഒരു പണിയും ചെയ്യാനില്ല. എടുക്കുക, ഓടിക്കുക, എല്ലാം നമ്മൾ പറയുന്ന പോലെ തന്നെ സിംഗിൾ ഓണറാണ്, വെൽ മെയിൻറ്റൈൻഡ് ആണ്. അപ്പോൾ നമുക്കിനി അടുത്തൊരു ഹാച്ച് ബാക്ക് മോഡൽ പരിചയപ്പെടാം. അടുത്തായിട്ടൊരു ഓട്ടോമാറ്റിക് കാറാണ്. കാരണം ലോ ബഡ്ജറ്റിൽ ലേഡീസിനൊക്കെ ഓപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഉഗ്രം മോഡലാണ് എക്കാലത്തും വാഗണാർ. ജനപ്രിയ മോഡൽ തന്നെയാണ്. നല്ല റീസെയിൽ വാല്യൂ ഉള്ള, നല്ല മൈലേജ് ഉള്ള, കുറഞ്ഞ മെയിൻ്റെനൻസിൽ കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു ഓട്ടോമാറ്റിക് കാർ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കും ഈ ഒരു വാഗണാർ ഓട്ടോമാറ്റിക്. വെറും 23,000-32,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. സിംഗിൾ ഓണർഷിപ്പാണ്, വെൽ മെയിൻറ്റൈൻഡ് ആണ്. ഒരു പണി ചെയ്യാനില്ല. നിങ്ങൾ എടുത്തിട്ട് ബ്രാൻഡ് ന്യൂ കണ്ടീഷൻ തന്നെ പറയേണ്ടി വരും. 2018 മോഡലാണ്. അടുത്തായിട്ട് നമുക്ക് ഡിസയറിൻ്റെ ഡീറ്റെയിലോട്ട് കിടക്കാം. ഡിസയർ 2016 മോഡൽ, വെറും 27,000 കിലോമീറ്റർ മാത്രം ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് വാഹനമാണ്. വെൽ മെയിൻറ്റൈൻഡ് ആണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. കാരണം
ഈ ഒരു ടൈപ്പ് 2 മോഡലിൻ്റെ തന്നെ ലാസ്റ്റ് ഫേസ് ലിഫ്റ്റ് സംഭവിച്ച മോഡലാണ്. കാരണം ഈ ഒരു സ്മോക്ഡ് ഹെഡ് ലാമ്പ് യൂണിറ്റും ആ ഗ്രില്ലിലും ഒക്കെ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഉണ്ട്. VXI ഓപ്ഷനാണ്. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. തരക്കേടില്ലാതെ നിങ്ങൾക്ക് കൊണ്ടു നടക്കാൻ പറ്റിയ മോഡലാണ്. കാരണം അത്യാവശ്യം മൈലേജ് ഉണ്ട്, ഫീച്ചേഴ്സ് ഉണ്ട്. മാരുതിയുടെ വാഹനം ആയതുകൊണ്ട് തന്നെ ഒരു കാലത്തും വില കുറയത്തില്ല. ഒരു തലവേദന ഉണ്ടാക്കാത്ത വാഹനം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു മോഡലിനെ വിശേഷിപ്പിക്കാം. ഇത് നമ്മൾ പ്രൈസ് ആസ്ക് ചെയ്യുന്നത് 4,50,000 രൂപയാണ്. ഇതിൻ്റെയും പ്രൈസ് നെഗോഷ്യബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ വാഹനങ്ങളാണ് നിലവിൽ നമ്മുടെ ഈ സ്റ്റോക്ക് ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഡീസൽ സെഡാൻ കാണിച്ച്, പെട്രോൾ സെഡാൻ കാണിച്ച്, ഒരു ഓട്ടോമാറ്റിക് കാണിച്ച്, ഒരു ടാക്സി കാണിച്ച്, ഒരു SUV ടൈപ്പ് വാഹനം കാണിച്ച്, ഒരു വാൻ കാണിച്ച്. ഇതിൻ്റെയൊക്കെ മോഡൽസും കിലോമീറ്ററും ഡീറ്റെയിൽസും എല്ലാം നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.